ഹായ് വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഈ വീഡിയോ എടുക്കുന്നത് ദീപാവലി ദിവസം. അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നു. അപ്പം ഞാൻ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ വിളക്കിൽ വെക്കാൻ നേരത്ത് ഒന്ന് നേദിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ വിളക്കിൽ വെക്കണമല്ലോ നേദിക്കാനായിട്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ഒരു റാഗി കൊഴുക്കട്ട, അതാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആക്കാമല്ലോ, അല്ലാതെ വേറൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം ഇത് നേരത്തെ തലേദിവസം ഇതാണ് പ്ലാൻ ചെയ്തത്, റാഗി കൊഴുക്കട്ട. നമ്മൾ എന്തെങ്കിലും ആവിയിൽ വേവിച്ച് വെക്കണം, അല്ലെങ്കിൽ മധുരമായിട്ട് ഉണ്ടാക്കി വെക്കണം, സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അപ്പം ഞാൻ സ്വീറ്റ്സിന് പകരം സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് അത് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ പാടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അല്ലെങ്കിൽ ഒരു രാത്രി ചെയ്യണം. രാത്രിയിൽ പിന്നെ ഞങ്ങൾ മുരളിയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇതാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. റാഗി കൊഴുക്കട്ട, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, ധാന്യങ്ങൾ ഒക്കെയാണ് നീതിക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം റാഗി കൊഴുക്കട്ട എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. റാഗി ഇപ്പം 1 കപ്പ് റാഗി ആണെങ്കിൽ 2 കപ്പ് വെള്ളം ആദ്യമേ തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് 2 കപ്പ് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് 1 കപ്പ് റാഗി നല്ലോണം ഇട്ട് കുറുക്കി ഫ്ലെയിം ഓഫ് ആക്കണം. അത്രയാണ് ഉള്ളത്. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി നെയ്യിൽ കാഷ്യൂവും കിസ്മിസും വഴറ്റി അതിൻ്റെ കൂടെ തന്നെ തേങ്ങ തിരുമ്മിയത് ഇട്ടു. പിന്നെ പാം ജാഗറിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉരുക്കിയായിരുന്നു, അതും കൂടെ ചേർത്തു. ആവശ്യത്തിന് കുറച്ചേ ചേർത്തുള്ളൂ, ഒരുപാട് ചേർക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ലാസ്റ്റ് ഇട്ടു. പിന്നെ ഒരു ഫില്ലിംഗ് പോലെ അകത്ത് വെച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേഗം ഉരുട്ടി വെച്ചു. എന്നുവെച്ചാൽ ദീപാവലിയുടെ അന്ന് ഞാൻ കുറച്ച് വീഡിയോ കണ്ടപ്പോൾ രാവിലെ 6 മണിക്ക് മുമ്പ് നീതിക്കണം എന്നായിരുന്നു കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ടൈമാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പീഡിലെല്ലാം കൂടെ ഉരുട്ടി ആവി കയറ്റാനായിട്ട് വെച്ചു. പിന്നെ ആ സമയത്ത് തന്നെ ബാക്കി ഞാൻ വിളക്കുരുക്കൽ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഉണ്ടാക്കി ആവി കയറ്റാൻ വെച്ചിട്ട് ഇതിപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ റാഗി കുഴച്ചെടുത്തുകൊണ്ട് പിന്നെ അത് സ്റ്റീം ചെയ്യാനായിട്ട് വലിയ സമയം വേണ്ട, 10 മിനിറ്റ്സിനകം അത് സ്റ്റീമായി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളക്കൊരുക്കുന്ന സമയത്ത് രാവിലെ കിണ്ടിക്കകത്ത് വെള്ളമൊക്കെ എടുത്ത്, ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തുളസി എടുത്ത് വെള്ളം എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് തളിക്കും വീടെല്ലാം. പക്ഷേ രാവിലെ ഞാൻ എൻ്റെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന അവർ വന്നിട്ടാണ്, അനിത വന്നിട്ടാണ് വീടെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അതൊരു 10 മണി. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് തുളസി വെച്ചിട്ട് വെള്ളം എല്ലായിടത്തും ഒന്ന് തളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇതായി വന്നു, റാഗി കൊഴുക്കട്ട റെഡിയായി വന്നു. അപ്പം വിളക്കിൻ്റെ അവിടെ നമ്മൾ എന്ത് നേദിക്കാൻ നേരത്തും ഒരു തുളസി അതിൽ വെക്കണം കേട്ടോ. നമ്മൾ എന്ത് നിവേദ്യമായിട്ട് വെക്കുമ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതാണെങ്കിലും അറിയായിരിക്കും. ഞാൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ എന്തുണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ പുറത്ത് ഒരു തുളസി ഇലയും കൂടി ഇട്ട് വേണം നമ്മൾ വിളക്കിന് മുമ്പിൽ ഭഗവാന് കൊടുക്കാനായിട്ട്. പിന്നെ വിളക്ക് കത്തിച്ച് എൻ്റെ മെഡിറ്റേഷനൊക്കെ ആ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയായി. അതിനുവേണ്ടി ബസ്മതി റൈസ് വേവിക്കാൻ വെച്ചു. ഇന്നൊരു പനീർ ബിരിയാണിയാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം പനീർ ബിരിയാണിക്ക് വേണ്ടി ബസ്മതി റൈസ് മസാലയാക്കിയിട്ട് വേവിക്കാൻ വെച്ചു. അത് വേവിക്കാൻ വെച്ച സമയത്ത് ഞാനിവിടെ നമ്മുടെ ദീപാവലി അല്ലേ, അപ്പം വീട് എന്ന് വെച്ചാൽ വീട് ഫുള്ളായിട്ടൊന്നുമില്ല, ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ ഒന്ന് ചുമ്മാ കുറച്ച് ഫ്ലവർ ഡെക്കറേഷൻ, ക്യാൻഡിൽ ഡെക്കറേഷൻ ഒക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു താമര മേടിച്ചിട്ടുണ്ടായിരുന്നു. താമര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താമര തുറന്നിങ്ങനെ അതിൻ്റെ ഇതളെല്ലാം മാറ്റി, നമ്മളിങ്ങനെ മുട്ടായിട്ടാണല്ലോ മേടിക്കും, ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. മുട്ടായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതളെല്ലാം ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ അകത്ത് എന്തോരം നമുക്ക് അകത്തോട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഒരുപാട് സമയം അകത്ത് ആ കുട്ടി ഇതളായിട്ട് ഒരകത്തോട്ട് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നോക്കി നമുക്ക് ഇൻഡെപ്തായിട്ട് പോകാൻ തോന്നും. അതൊരു ഭയങ്കര നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ, ഇൻഡെപ്തായിട്ട് അകത്തോട്ട് നോക്കിയിരിക്കാനായിട്ട്. എന്നും എനിക്കിഷ്ടമാണ്. പിന്നെ അത് ഈ ഭരണിക്കകത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചുമ്മാ താമര ഇട്ട് വെച്ചു. അതും ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചത്. പിന്നെ വേറൊരു ചെറിയ ഒരു ഉരുളിക്കകത്ത് കുറച്ച് വെള്ളം നിറച്ച് അതിനകത്തും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെച്ചു. എനിക്കിങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് സന്തോഷമാണ്. വേറെ ആരും വീട്ടിൽ വരുന്നില്ല ഇതൊന്നും കാണാനായിട്ട്, എന്നാലും ഒരു ഹാപ്പിനെസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഒരു സന്തോഷമല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ഒരുക്കി പിന്നെ വൈകുന്നേരം ആയിട്ട് ഇതൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു ക്യാൻഡിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സെഷനും ഉണ്ടായിരുന്നു, ലൈഫ് കോച്ചിങ്ങിൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് 10 മണിക്കുണ്ടായിരുന്നു. അപ്പം 10 to 11 ആണ്, 1 മണിക്കൂറാണ് എൻ്റെ ഒരു സെഷൻ ഉള്ളത്. അത് വീഡിയോ കോൾ തന്നെയാണ് ഞാൻ സെഷൻ ചെയ്യുന്നത്, 1-to-1 വീഡിയോ കോൾ സെഷനാണ്. അപ്പം ആ സെഷൻ 10 to 11 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പനീർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഹോൾ സ്പൈസസ്, അതിനകത്ത് ഏലക്ക, ഗ്രാമ്പൂ, സ്റ്റാർ അനീസ് ഇത്രേ ചേർക്കുന്നുള്ളൂ, പട്ട ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അരച്ച് വെച്ചായിരുന്നു.
പിന്നെ നെയ്യ് ചൂടാക്കിയിട്ട് കാഷ്യൂ കിസ്മിസ് വഴറ്റിയിട്ട് ഈ ചതച്ച മസാലയും കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ഈ മസാലയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ചതച്ചത്. ഒരു ഈസി പനീർ ബിരിയാണിയാണ്. അതൊന്ന് ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും സവോളയും കൂടി ഇട്ട് വഴറ്റി, പിന്നെ ഞാൻ ഇടയ്ക്ക് ആ പാത്രം ഒന്ന് മാറ്റിയായിരുന്നു കേട്ടോ. എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ കറുത്തതിനകത്ത് കുഴിഞ്ഞിരിക്കുന്ന കാരണം ഷൂട്ട് ചെയ്യാനൊരു സുഖമില്ല. പിന്നെ ഇതേപോലൊരു അതിനകത്തോട്ട് അത് വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ടൊമാറ്റോ ചേർക്കുക. ഒരു 2 ടൊമാറ്റോ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 400 ഗ്രാം പനീർ 200 ഗ്രാമിൻ്റെ 2 ക്യൂബ്സ് എടുത്ത്, ക്യൂബ്സൊക്കെ 2 വലിയ കട്ട കേട്ടോ. അതൊരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ചെയ്യുമ്പോൾ പനീർ കുറച്ച് സോഫ്റ്റ് ആവും കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വഴണ്ട് വന്ന മസാലയിലോട്ട് ഇതിടണം. ഞാൻ ഇതിനകത്ത് വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ മസാലക്കൂട്ട് വെച്ച് മാത്രം ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഗരം മസാല ഹോൾ സ്പൈസസ് ആയിട്ട് ചതച്ചെടുത്താൽ മതി. വേറെ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ ഈ രീതിയിൽ കേട്ടോ. പനീർ ബിരിയാണി, ഞാൻ വെജ് ബിരിയാണിയും ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ചിലപ്പോൾ ചേർക്കാറുണ്ട്. ഇതിനെപ്പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി പോലും ചേർത്തില്ല. അത് കഴിഞ്ഞ് പനീറിന് വേകാനൊരു സമയമുണ്ടല്ലോ, ഒരു 10 മിനിറ്റ്സ് ഞാൻ അടച്ചൊന്നും വെച്ചില്ല. ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം തൈരിട്ടു. നമ്മൾ ബിരിയാണിക്കെല്ലാം തൈര് ചേർക്കുമല്ലോ. പനീർ സോഫ്റ്റ് വരാനുള്ള പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഈ കുറച്ച് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ പൈനാപ്പിൾ മേടിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പം 2 പീസ് പൈനാപ്പിൾ ഞാൻ മൊത്തം എടുത്തുള്ളൂ. അതിനകത്ത് 1 പീസ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ ഇട്ടു. പിന്നെ മല്ലിയില പുതിനയില ഇട്ടു. പിന്നെ ആ പനീർ ഫുള്ളായിട്ട് ഈ നടുക്കത്തോട്ട് ഇട്ടു. പിന്നെ മുകളിലും റൈസ് ഇട്ടു. റൈസ് വേവിക്കാൻ നേരത്ത് ഈ ഹോൾ സ്പൈസസ് ആയിട്ട് ഇട്ടാണ് വേവിച്ചത് കേട്ടോ. എന്നിട്ട് ഊറ്റിയെടുക്കുമായിരുന്നു. പിന്നെ മുകളിലും ഇതേപോലെ റൈസ് ഫുള്ളായിട്ടിട്ടിട്ട് കഴിക്കാൻ നേരത്ത് മാത്രം അതൊരു 10 മിനിറ്റ്സ് ഇതേപോലെ അടിയിലൊരു ദോശക്കല്ല് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് റെഡിയാവും. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ മുകളിലും ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ഒഴിക്കുക. ബാക്കി നാരങ്ങ ഞാൻ അരി വേവിച്ചപ്പം ഒഴിച്ചായിരുന്നു കേട്ടോ. ആ ഊറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒഴിച്ചു. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ പനീർ ബിരിയാണി. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയുകയും വേണം. കാരണം ആ മസാലയുടെ വലിയ ഓവർ ടേസ്റ്റ്, വയറ് പുകച്ചിൽ, മുരളിയുണ്ട് ഇങ്ങനെ ഓവർ മസാല കഴിക്കുമ്പോഴത്തേക്കും വയറ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ആ വക ഒരു പ്രോബ്ലവും ഇല്ല. ഇത് കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ വയറ് വല്ലാതെ ഡിസ്റ്റർബൻസ്, നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പം വല്ലാതെ ഒരു ഹെവിനെസ് തോന്നുന്നില്ല. ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ക്വാണ്ടിറ്റി കഴിച്ചാലല്ല, ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ ആ മസാലയുടെ ഒരു ഓവർ പവർ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് 2 മണിക്ക് കഥകളി ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ കഥകളി ക്ലാസ്സിന് ഇപ്പോൾ ജോയിൻ ചെയ്തു. എൻ്റെ 2 ക്ലാസ് കഴിഞ്ഞു. ഇതിപ്പോൾ 3ാമത്തെ ക്ലാസ്സാണ്. അത് ഞാനിപ്പം പഠിക്കുന്നത് ICHC കാക്കനാട്. അവരുടെ തന്നെ ഞങ്ങൾ അവിടെ ആണ് ഞാൻ ഭരതനാട്യം പഠിച്ചിരുന്നത്. ഇതിനോട് ഞാൻ ഡാൻസ് വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കും എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത്. അപ്പം ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് സെൻറ്റർ കാക്കനാട് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കഥകളി സ്റ്റാർട്ട് ചെയ്തു. നല്ല വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് ടഫാണ് കേട്ടോ കഥകളി പഠിക്കാനായിട്ട്. എന്നാലും ഒരു പുതിയ ആർട്ട് ഫോം പഠിക്കുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്, മൈൻഡിന് നല്ലതാണ്. പിന്നെ തിരിച്ചു വന്നപ്പോൾ നല്ല ടയേർഡായി. നല്ല അസ്സല് മഴയല്ലായിരുന്നോ ദീപാവലിയുടെ അന്ന്? നല്ല അസ്സല് മഴയായിരുന്നു ഇന്നലെ വൈകിട്ട്. പിന്നെ ദാണ്ട ക്യാൻഡിലൊക്കെ കത്തിച്ച്, ഇതിപ്പം ഇലക്ട്രിക് മറ്റേ ബാറ്ററി സംഭവമാണ് അവിടെ. എന്തൊക്കെയാണ് പറയുന്നത്, ബാറ്ററി ക്യാൻഡിലാണ് കേട്ടോ. ബാറ്ററി വെച്ചിട്ടുള്ളതാകുമ്പം നമുക്ക് ഇതൊക്കെ നിങ്ങൾക്കിപ്പം കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇത് വെച്ചാൽ നല്ലതാണ്. അപ്പം ഇത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ഇവിടെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുരളിയുടെ അവിടെ വീട്ടിൽ പോകാനായിട്ട്, വിദ്യാനഗർ പോകാനായിട്ട് ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. ഞങ്ങളെല്ലാവരും അവിടെ കൂടാൻ തീരുമാനിച്ചേക്കുകയാണ്. അപ്പം സ്വീറ്റ്സും ദിയയും കാൻഡിലും ഒക്കെ ഞാൻ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ദേ അവിടെ എത്തി. അച്ഛൻ കുറച്ച് മറ്റേ എണ്ണ വെച്ചിട്ടുള്ളത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ ചേച്ചി എത്തിയിട്ടില്ലായിരുന്നു. രാജേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടാണ് ചേച്ചി എത്തുള്ളൂ. അപ്പം ഞങ്ങൾ കത്തിച്ച് തുടങ്ങി. അച്ഛൻ, ഞാനും അമ്മയും മുരളിയേട്ടനും എല്ലാവരും കൂടെ ഞാൻ കൊണ്ടുപോയ ക്യാൻഡിൽ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് പിന്നെ ലൈറ്റർ വെച്ച് പെട്ടെന്ന് കത്തിക്കാമല്ലോ. അപ്പോൾ അച്ഛൻ പറയുകയും ചെയ്തു ഇതാകുമ്പോൾ എളുപ്പ പണിയാണല്ലോ, മറ്റേതാകുമ്പോൾ എണ്ണ ക്ലീൻ ചെയ്യൽ, മറ്റേത് അച്ഛനപ്പം ഈ ക്യാൻഡിൽ പരിപാടി ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും ചേച്ചി എത്തി, ചേച്ചിയും കൂടി ഇത് കത്തിക്കാനായിട്ട്. അപ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു അമ്മയ്ക്ക് കമ്പത്തിരി പൂത്തിരി ഒക്കെ വേണമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അപ്പം മുരളിയേട്ടന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്കതൊന്നും ഇപ്പം കത്തിക്കാനുള്ള ഒരു ഇത് തോന്നാറില്ല. അപ്പം അമ്മയ്ക്ക് അതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അമ്മ ഇതൊന്നും കത്തിക്കുമെന്ന് തന്നെ അറിയത്തില്ല അങ്ങനെ. പിന്നെ ഫുഡ് ഞങ്ങൾ ബൃന്ദാവനിൽ നിന്ന് ഓർഡർ ചെയ്തു, വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈൻ മേടിച്ചാണ് കേട്ടോ. ഒരു ഗിലോറി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ ദിയ പരിപാടി കഴിഞ്ഞ് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പാണ്. ഫുഡ് വിളമ്പാൻ 8 മണിയായപ്പോൾ അവിടെ കറക്റ്റ് ഡിന്നർ ടൈം, എപ്പോഴും വീഡിയോ പറയുന്നതാണ്, അവിടെ ഡിന്നർ ടൈം 8 മണിയാണ്. ഞങ്ങൾ 7:30 ആകുമ്പോഴേ കഴിക്കും കേട്ടോ. ഞാനും മുരളിയേട്ടനും വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 7:30 കഴിക്കുന്ന പാട്ടെ, ഇവിടെ കറക്റ്റ് 8 മണി ഡിന്നർ ടൈമാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തു. ഓർഡർ ചെയ്തിരുന്ന ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചപ്പാത്തി, ഗോബി, ചില്ലി ഗോബി, അങ്ങനെ ഏതാണ്ടൊക്കെ കറികളാണ്. അമ്മയ്ക്ക് റവ ദോശ മതി എന്ന് പറഞ്ഞു, മുരളിയേട്ടൻ്റെ അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ സോഫയിൽ തന്നെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അമ്മയുടെ റവ ദോശ അമ്മ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് എല്ലാം വിളമ്പി. പിന്നെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ്സൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് 9-9:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഒരു 5 പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകണമല്ലോ, വർക്കിംഗ് ഡേ അല്ലേ. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. ശരി ചേച്ചി, ബൈ, ഗുഡ് നൈറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.